കുടുംബാംഗങ്ങളുടെ ഇടപെടലിലൂടെ ഞങ്ങൾ ഇരുവരും സമാധാനത്തോടെ സംസാരിക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട്. മുൻപുണ്ടായ ചില സംഭവങ്ങളെ തുടർന്ന് ഇത് വെറും കണ്ടന്റ് അല്ലെങ്കിൽ റവന്യൂ നേടാനുള്ള ശ്രമമാണോ എന്ന സംശയം പലർക്കും ഉണ്ടാകാമെന്ന്. ഇനിയുള്ള വീഡിയോസ് കുറച്ച് സർപ്രൈസ് ആയിരിക്കും. പെർഫ്യൂം ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കുക. വാട്സ്ആപ്പ് നമ്പറാണ്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ലോകത്തിന്റെ ഒരു വശത്ത് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമ്മുടെ നാട്ടിൽ സ്കേഴ്സിറ്റി ഓഫ് LPG, വിലക്കയറ്റം തുടങ്ങിയ നിരവധി പ്രതിസന്ധികളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു വേളയിൽ ഒട്ടും പ്രധാനപ്പെടാത്ത എന്നാൽ അതിമനോഹരമായിട്ടുള്ള മനസ്സിന് ഒരുപാട് കുളിർമയും സന്തോഷവും തരുന്ന ഒരു വാർത്തയുടെ റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് സുഹൃത്തുക്കളെ നമ്മൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. മറ്റൊന്നുമല്ല, മല്ലു ഫാമിലിയിലെ സുജിനും പൊന്നൂസും ഒന്നിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ, ഒന്നിച്ചിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ അവർക്ക് ആദ്യം റീച്ച് കുറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞിരിക്കുകയാണെന്ന്. രണ്ടാമതും അവർക്ക് റീച്ച് കുറഞ്ഞപ്പോൾ അവർ പറഞ്ഞു എൻ്റെ ഭാര്യയ്ക്ക് അവിഹിതമാണെന്ന്. മൂന്നാമതും റീച്ച് കുറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ തമ്മിൽ ഡിവോഴ്സ് ആയിരുന്നു. എന്നാൽ ഏറ്റവും അവസാനം ആട് 3 പോലെ, ദൃശ്യം 3 പോലെ, അല്ലെങ്കിൽ സ്പൈഡർമാൻ 3 പോലെ അങ്ങനെ അവർ മൂന്നാമതും ഒന്നിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ, ഒന്നിച്ചിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചിട്ട് കുഞ്ചൂസ് കഴിഞ്ഞ ദിവസം ലാസ്റ്റ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അറ്റ് ലാസ്റ്റ് പ്രോബ്ലം സോൾവ്ഡ് എന്ന്. ഇനി കഴിഞ്ഞ ദിവസം കുഞ്ചൂസ് ഒരു വ്ളോഗ് ഇട്ടിരുന്നു, അതിനകത്തും ഈ ഒരു കാര്യം പറയാതെ പറഞ്ഞു പോകുന്നുണ്ടായിരുന്നു. നമുക്ക് ഒരു വ്ളോഗ് കണ്ടിട്ട് പൊന്നൂസിന്റെ പോസ്റ്റിലോട്ട് വരാം സുഹൃത്തുക്കളെ. അപ്പോൾ കഴിഞ്ഞ ഡിസംബറിലായിരുന്നു, ഡിസംബറിൽ 20-ാം തീയതി 22-ാം തീയതി എങ്ങാണ്ടായിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് പോകുന്നത്. പിന്നെ ഇന്നാണ് ഞാൻ വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അബി, അനന്തും കൃഷ്ണനൊക്കെ ഉണ്ട്. കൃഷ്ണേട്ട കണ്ണാടി വെച്ചിരിക്കുന്നത് പറഞ്ഞിട്ട് ഞാനും അബിയും കൂടെ ചിരിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. ഞങ്ങളൊരു കരിക്ക് കുടിക്കാമെന്ന് പറഞ്ഞു. അവിടുന്ന് കരിക്കൊക്കെ വാങ്ങിച്ച് എല്ലാവരും ഓരോ കരിക്കൊക്കെ കുടിച്ചു. പൈസ കൊടുത്തിട്ട് നമ്മൾ വീണ്ടും പോവാണ്. അപ്പോൾ എറണാകുളത്ത് താട്ടനൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എറണാകുളത്ത് അവിടുന്ന് എന്നെ താട്ടൻ വീട്ടിലോട്ട് കൊണ്ടുപോകും. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ കാറി കയറിയിട്ട് ഒത്തിരി സമയമായതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ടാണ് വീഡിയോസ് എടുക്കുന്നത്. ഞാനും അമ്പടും താട്ടനും ബാക്കിലിരുന്ന് യുദ്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് താട്ടൻ കുറച്ച് നേരം ഞാൻ വണ്ടി ഓടിക്കുക, ബാക്കിലിട്ട് ചടക്കണം താട്ടൻ വണ്ടി ഓടിക്കാൻ പോയിട്ട്. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി കഴിഞ്ഞു. വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല, കാര്യം ആകെ ഛർദ്ദിച്ച് മെഴുകുമായിരുന്നു. പിന്നെ അമ്മ ഇറങ്ങി വന്നു, അമ്പുടിനൊക്കെ എടുത്തു. അപ്പോൾ അമ്പുട് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ കിടുമ്പോൾ സ്കൂൾ വിട്ടിട്ട് നേരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ പട്ടിക്കുട്ടീനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുമായിട്ട് ഇരുന്നൊരു കളിയായിരുന്നു കേട്ടോ. അതിനുശേഷം രാത്രി പിന്നെ വീഡിയോസോ കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായില്ല, കാര്യം ഭയങ്കര ടയർഡായിരുന്നു. പറഞ്ഞാൽ ഉള്ളേരിയ കൂടെയാണ് കയറി വന്നത്. അത് കാരണം വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞ് മറിഞ്ഞിട്ട് ഞാനൊക്കെ മെഴുകിയിരിക്കുമായിരുന്നു. അങ്ങനെ വന്നു കിടന്നുറങ്ങി. രാവിലെ നീച്ച് ബ്രഷൊക്കെ ചെയ്ത് ഫേസൊക്കെ വാഷ് ചെയ്ത് ഒരു നല്ല ഫ്രഷ് ചായ കുടിച്ചു. ആ സുഖം വേറെ എവിടെ നിന്നും കിട്ടാറില്ല. എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ആ ചായ കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് കുറിച്ച് മാത്രമേ കിട്ടാറുള്ളൂ. അങ്ങനെ രാവിലത്തെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനും അമ്പൂടും അമ്മയും കൂടെ നേരെ തറവാട്ടിക്ക് വന്നു. അമ്മാമയ്ക്ക് തീരെ വയ്യായിരുന്നു. അപ്പോൾ അമ്മാമയൊക്കെ കണ്ടു. അതിനുശേഷം തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഓട്ടോ പിടിച്ചിട്ടുണ്ടായിരുന്നു. താട്ടനും ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ കയറിപ്പോൾ അമ്പൂടിന് ആ വെള്ളം വരുന്നതിൽ അടിച്ച് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കയറി വന്ന അവൻ വെള്ളം വരുമോ അമ്മയെന്ന് ചോദിച്ചു ഇത് പിടിച്ച് ഇങ്ങനെ താക്കുമായിരുന്നു. അവൻ ആ വീഡിയോ കണ്ടതും ഇവിടെ നമ്മൾ വരുമ്പോഴെല്ലാം ഇതിലേക്ക് ഇടുമ്പോഴൊക്കെ വെള്ളം ഇതാക്കാൻ വേണ്ടി ഇതാക്കണമൊക്കെ അവൻ അറിയാം. പക്ഷേ അവൻ അടിച്ചിട്ട് വെള്ളം വന്നില്ല. അപ്പോൾ ഓട്ടോ വന്ന് നിൽപ്പുണ്ടായിരുന്നു. നമ്മൾ പിന്നെ വേഗം പോയി ഓട്ടോയിലോട്ട് കയറി. അമ്മയും മേമ്മയൊക്കെ ഓട്ടോ കയറിയിട്ടുണ്ടായിരുന്നു. അവർ ടൗണിലേക്ക് ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ വീട്ടിലേക്ക് പോവുകയാണ്. ഗൈസ്, ഇനിയുള്ള വീഡിയോസ് കുറച്ച് സർപ്രൈസ് ആയിരിക്കുമേ. അതെ, ആ സർപ്രൈസ് ആണ് സുഹൃത്തുക്കളെ നമ്മൾ ഇനി കാണാൻ പോകുന്നത്. കഥ, തിരക്കഥ, സംഭാഷണം പ്രവീൺ പ്രണവിന് ശേഷം ഇത്ര മനോഹരമായിട്ട് ഇങ്ങനെ രചിക്കാൻ പറ്റുന്നുള്ളത് നമ്മൾ ഇപ്പോഴാണ് അറിയുന്നത്. എന്താണെങ്കിലും പൊന്നൂസ് ഇട്ടേക്കുന്ന ഒരു പോസ്റ്റ് നമുക്ക് കാണാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. ആ സമയത്തുണ്ടായ മാനസിക സമ്മർദ്ദവും തെറ്റിദ്ധാരണകളും കാരണം ഞങ്ങൾ എടുത്ത ചില തീരുമാനങ്ങളും പറഞ്ഞ കാര്യങ്ങളും നിങ്ങളിൽ പലർക്കും ആശങ്കയും നിരാശയും ഉണ്ടാക്കിയെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കുടുംബാംഗങ്ങളുടെ ഇടപെടലിലൂടെ ഞങ്ങൾ ഇരുവരും സമാധാനത്തോടെ സംസാരിക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനാൽ ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മുൻപുണ്ടായ ചില സംഭവങ്ങളെ തുടർന്ന് ഇത് വെറും കണ്ടന്റ് അല്ലെങ്കിൽ റവന്യൂ നേടാനുള്ള ശ്രമമാണോ എന്ന സംശയം പലർക്കും ഉണ്ടാകാമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. പക്ഷേ ഈ സംഭവം അങ്ങനെ ഒന്നുമല്ല. അന്നത്തെ മാനസികാവസ്ഥയിൽ എടുത്ത വ്യക്തിപരമായ തീരുമാനങ്ങളാണ് അത്. ആ വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചുകൊണ്ടാണ് സുഹൃത്തുക്കളെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇതിനെപ്പറ്റി വീഡിയോ ചെയ്യാൻ ആഗ്രഹിച്ചതേ അല്ല, പക്ഷേ ഇതിനെപ്പറ്റി ഞങ്ങൾക്ക് പറയണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സുജിൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. സ്വകാര്യ പ്രശ്നങ്ങൾ പൊതുവേദിയിൽ പങ്കുവെച്ചത് പലർക്കും തെറ്റായ സന്ദേശം നൽകാൻ ഇടയായിരിക്കും. എവിടുന്ന്? അതിനെയും ഞങ്ങൾ ആത്മാർത്ഥമായി ഖേദം പ്രകടിപ്പിക്കുന്നു. ഇനി മുതൽ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ഉത്തരവാദിത്വത്തോടെയും സൂക്ഷ്മതയോടെയും കൈകാര്യം ചെയ്യാൻ ഞങ്ങൾ ശ്രദ്ധിക്കുമെന്ന് ഉറപ്പ് നൽകുന്നു. ഇതുവരെ ഞങ്ങളെ പിന്തുണച്ചതും വിശ്വസിച്ചും കൂടെ ഉണ്ടായ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. മുന്നോട്ടും നിങ്ങളുടെ പിന്തുണയും സ്നേഹവും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ പൊന്നെ, നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചു എന്നുള്ള സംഭവം കേട്ടത് അത് തന്നെയാണ് വേണ്ടത്, അത് തന്നെയാണ് നല്ലത്. അതിനെയൊന്നും മോശമായിട്ട് പറഞ്ഞു കേട്ടോ. അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അങ്ങനെ ഒന്നിച്ച് പോകാൻ പറ്റുന്ന, ക്ഷമിക്കാനും പൊറുക്കാനും പറ്റുന്ന കാര്യങ്ങളൊക്കെ ക്ഷമിച്ചും പുറത്തും ഒക്കെ മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അതിലൊരു പ്രശ്നവുമില്ല. അത് അടിപൊളിയായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എന്നാൽ ഇവർ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിക്കൊണ്ടിരുന്നത്? അന്ന് കുറച്ച് വർഷങ്ങൾക്ക് 1-2 വർഷം മുന്നേ ആണെങ്കിൽ ഞങ്ങൾ പിരിഞ്ഞു ഗായ്സ്. ഈ വ്ളോഗിനകത്തൊക്കെ പൊന്നൂസിന്റെ ഒരു മിന്നായം പോലെ കണ്ട് അന്ന് ഇവരുടെ നാടകം പൊളിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എൻ്റെ ഭാര്യയ്ക്ക് അവിഹിതം അന്നേ
എന്ന് പറഞ്ഞുകൊണ്ടുള്ള സുജിൻ്റെ അടുത്ത നാടകം. അത് കഴിഞ്ഞ് ഇപ്പം നമ്മുടെ ഡിവോഴ്സ് ആയി എന്ന് പറഞ്ഞു, വീണ്ടും ഒന്നിച്ചു എന്ന് പറയുന്നു. നിങ്ങൾ എന്താ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ പൊട്ടന്മാരാകുന്നു. ആൻഡ് ആലോചിക്കണം, ഇത് ഒരു തവണ ചെയ്തിട്ട് പഠിച്ചില്ല, 2 തവണ ചെയ്തിട്ട് പഠിച്ചിട്ടില്ല, 3ാമതും ചെയ്തു, ഇനി 4ാമതും ചെയ്യും അല്ലേ? അതല്ലേടേ ഒരു തവണയോ 2 തവണ അബദ്ധമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് 3ാമതും ചെയ്യുമ്പോൾ എന്താണ്? ഇനി അതിലെ കുറച്ച് കമൻസ് നിങ്ങൾ കാണണം. ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് മനസ്സിലായത് നിങ്ങൾ ഒരിക്കലും പിരിയാൻ പറ്റില്ല എന്നാണ്. 2 പേർക്കും ആ സങ്കടമുണ്ടെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ആഴം അത്രയുമുണ്ട്. എന്നും സന്തോഷത്തോടെ ആയിരിക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. കഷ്ടമുണ്ട് കേട്ടോ ഇങ്ങനെ കമൻ്റ് ഇടുന്ന ആൾക്കാരെ ഇങ്ങനെ പറഞ്ഞ് പറ്റിക്കാനെ കൊണ്ട്. ട്രൂ ലവ് ഒരിക്കലും പിരിയാൻ കഴിയില്ല. എത്ര പ്രശ്നങ്ങളിലൂടെ കടന്നു പോയാലും അനുഭവിച്ചാലും അവർ തിരികെ വരും, അല്ലെങ്കിൽ നമ്മൾ അവരെ തേടി തിരിച്ചു പോകും. ഇതാണോ ഞങ്ങളും ആഗ്രഹിച്ചത്? ഞാൻ ഈ വീഡിയോസിനൊക്കെ കമൻ്റ് ഇടുന്ന ആളൊന്നുമല്ല. ഇത് കണ്ടപ്പോൾ ഒരു കമൻ്റ് ഇടണമെന്ന് തോന്നി. ഇനി മുന്നോട്ട് 2 പേരും സന്തോഷത്തോടെ ജീവിക്കും. കഷ്ടമുണ്ട് കേട്ടോ. പാമ്പിടിച്ചൊരു മനുഷ്യനൊക്കെ ആദ്യമായിട്ടാണ് വന്ന് കമൻ്റ് ഇടുകയെന്ന് പറയുന്നത്. അത് നിങ്ങളുടെ ഈ ഡ്രാമയൊക്കെ കണ്ടിട്ട്. ഇതും വിശ്വസിക്കാൻ ഇപ്പോൾ കേരളത്തിൽ ആൾക്കാരുണ്ടല്ലോ എന്ന് അറിയുമ്പോഴാണ് സത്യം. കണ്ടന്റിന് വേണ്ടി മാത്രം. എല്ലാവർക്കും അറിയാം, ഇനി കണ്ടന്റ് ക്ഷാമം വരുമ്പോൾ അവളെ നീ വല്ലതും ചെയ്യാൻ മടിക്കില്ല. നിങ്ങളെപ്പോലെയുള്ളവർക്ക് ലൈഫ് ഒരു കോമഡി ആയിരിക്കും. ബട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഉണ്ട്. നിങ്ങളുടെ കുട്ടികളുടെ ലൈഫിലൊന്നും അറിയാതെ അവരെ കൂടി നിങ്ങൾ ആ സ്നേഹമില്ലാതെ ആക്കുവാണ്. കുട്ടികളുടെ കാര്യം ശരിയാണ്. ഇവര് കുട്ടികളെയും കൂടെ ഈ പറയുന്ന മീഡിയയുടെ മുന്നിൽ അല്ലെങ്കിൽ വീഡിയോക്കകത്തെല്ലാം വിസിബിലിറ്റി കൊടുത്ത് അവർ സ്കൂളിൽ പോകുന്ന സമയത്ത് നിങ്ങൾ എന്തോന്നാണ്, നിങ്ങളുടെ അച്ഛനും അമ്മയും ചില സമയത്ത് പിരിയുന്നു, ചില സമയത്ത് ഡിവോഴ്സ് ആവുന്നു, ചില സമയത്ത് ഒന്നിക്കുന്നത്, എന്തുകൊണ്ട് നാടാൻ കാണിക്കുന്നത് പിള്ളേർ ചോദിക്കൂലേ? പിള്ളേരെ കൂട്ടുകാരൊക്കെ കളിയാക്കൂലേ? ഭാര്യയ്ക്ക് അവിഹിതം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ടൈറ്റിലോ ഇതൊക്കെ കൊടുത്തിടുമ്പോഴത്തേക്കിന് ഇത് ഇവർക്ക് നാണക്കേടുണ്ടാവില്ലേ? അവരുടെ കാര്യം കൂടി ഇവരൊന്ന് ആലോചിക്കണ്ടേ? 2 പേരും പുതിയതായി തുടങ്ങിയ ബിസിനസ് കുറച്ച് പച്ച പിടിച്ചു. ആദ്യം ഇതേപോലെ വന്ന് റീച്ച് കൂട്ടി, ഇപ്പോൾ ബിസിനസ് പച്ച പിടിപ്പിച്ചു. ഇനി അടുത്ത പുതിയതായി എന്നേലും തുടങ്ങുമ്പോൾ ഒരു ഡിവോഴ്സ് കൂടി വരും. ഇത് ഇങ്ങനെ തുടരും. സത്യം. മേക്കിംഗ് ദ പബ്ലിക് ഫൂൾ. തിരക്കഥ ആരുടെയാണ്? ഒന്നിക്കുന്നു പിരിയുന്നു, ഓരോരോ കോപ്രായം. ഗ്യാസ് ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, കറണ്ട് അടുപ്പ് ആഗ്രഹക്കാർക്ക് കൊടുക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ള കുറച്ച് കമൻസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിങ്ങനെ വരൂ. കാണുന്നവരെന്താ പൊട്ടന്മാരും എണീറ്റ് പോകും. നല്ല കാര്യം. ആ മക്കളുടെ കാര്യം ഓർത്ത് നിങ്ങൾ ഒരുമിക്കാൻ തീരുമാനിച്ചല്ലോ. സത്യം പറഞ്ഞാൽ മക്കളുടെ കാര്യം ഓർത്തിട്ട് ഇവർ ഒരുമിക്കാൻ തീരുമാനിക്കുന്നതിന് മുന്നേ തന്നെ ആലോചിക്കേണ്ടതായിരുന്നു വെച്ചാൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നേരെ സോഷ്യൽ മീഡിയയിൽ ഇടുന്നതിനെ പറ്റിയിട്ടാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഓക്കെ, ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തുവരുന്ന പ്രശ്നം എന്തായാലും കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഇതുപോലെ ഈ കുഞ്ഞിൻ്റെ ഒക്കെ ബർത്ത്ഡേയുടെ ഈ ഒരു സംഭവം വന്നപ്പോഴത്തേക്കിന് അതിനകത്ത് എൻ്റെ അമ്മേനെ മോശം പറഞ്ഞിട്ടുള്ള കമൻറ്റ് വന്നു. അതവൾ കണ്ടിട്ട് ഇത് റിമൂവ് ആക്കുന്നില്ല, അങ്ങനെ ഒരു ഡ്രാമ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എന്താണ്? നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഈ അക്കൗണ്ടിലോട്ട് കൂടുതൽ എൻഗേജ്മെന്റ് വന്നിട്ട് നിങ്ങളുടെ ഈ പ്രോഡക്റ്റിൻ്റെയും ഇതിൻ്റെയൊക്കെ പ്രൊമോഷൻ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ പരിപാടി ചെയ്യുന്നത്? അല്ല, അങ്ങനെ സംശയിക്കുന്നത് നമ്മളെ തെറ്റി പറയാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, ഇനി എന്താണെങ്കിലും കുറച്ച് നാൾ മുന്നേ ഈ പുള്ളി ഇട്ടേക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഒരു പ്രൊമോഷൻ വീഡിയോ. നമുക്ക് അതൊന്ന് കാണാം. പുള്ളിയുടെ തന്നെ പ്രോഡക്റ്റിൻ്റെ 2 ബ്രാൻഡ് ഉണ്ട്. നമ്മളൊരു കുക്കിഫൈ എന്നുള്ള ഒരു പാനിൻ്റെ പരിപാടി നമ്മൾ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ പെർഫ്യൂമിൻ്റെ പരിപാടി ചെയ്യുന്നുണ്ട്. അതിൽ സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമുക്ക് കുക്കിഫൈക്ക് ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ പെർഫ്യൂമിനെ പറ്റി പറയാം ആദ്യം തന്നെ. ഓക്കെ, നമ്മൾ ആദ്യം 1 തുടങ്ങിയത്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ മൊത്തം 3 ഉണ്ട് ഇതൊന്ന് ചേർത്തിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങിയിട്ട് 12 ദിവസം, അതായത് വെറും 12 ദിവസം കൊണ്ട് നമുക്ക് ഏകദേശം 1000 പീസ് നമ്മൾ വിറ്റു. 1000 പീസ് നമ്മൾ 12 ദിവസം കൊണ്ട് വിറ്റിട്ട് അടുത്തത് നമ്മൾ 4000 പീസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയുണ്ടായിരിക്കുള്ളൂ കറക്റ്റായിട്ട്. അപ്പോൾ ഏകദേശം 6 പീസും നമ്മൾ കഴിയാറായി തുടങ്ങി. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇറക്കാൻ വേണ്ടി പോകുന്നത് അതിലും വലിയൊരു ക്വാണ്ടിറ്റി നമ്മൾ ഇറക്കാൻ വേണ്ടി പോകുന്നത്. അത് നമുക്ക് വീട്ടിൽ സ്റ്റോക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു നമ്മളൊരു ഷോപ്പിലേക്ക്, അതായത് നമ്മുടെ ചെർപ്പളശ്ശേരിയിൽ തന്നെ നമ്മൾ ഷോപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഷോപ്പിലേക്ക് നമ്മളൊരു പെർഫ്യൂം ഷോപ്പ് ആക്കാൻ വേണ്ടി പോവാണ്. ഈ ഒരു 3 വെച്ചിട്ടല്ല, നമ്മൾ ഏകദേശം ഒരു 15 20 നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് നമ്മൾ വെച്ചിട്ടാണ് നമ്മൾ ഇറക്കാൻ വേണ്ടി പോകുന്നത്. അതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ ഷോപ്പിൻ്റെ പണി കാര്യങ്ങൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ തുടങ്ങിയപ്പോൾ തന്നെ അത് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഓക്കെ, ഇതിൻ്റെ പേരിൽ ആരൊക്കെ കുരു പൊട്ടിച്ച് താഴത്ത് വരുമെന്ന് എനിക്കറിയില്ല, പക്ഷേ അറിയിക്കുകയാണ്. പെർഫ്യൂം ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കുക. വാട്സപ്പ് നമ്പറാണ്. നമുക്ക് 3 ഫ്ലേവർ ഉണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. നിങ്ങൾ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. ബാക്കിയുള്ള കാര്യം നമുക്ക് അവിടെ മറ്റേ അവർ സംസാരിക്കും. നമ്മൾ കൂടെ അതിനുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരത് സംസാരിക്കും. നിങ്ങൾക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക. താഴത്ത് ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ സക്സസ്ഫുൾ ആയിട്ട് പോകാൻ വേണ്ടിയിട്ടായിരുന്നു നിങ്ങൾ ഇങ്ങനെ ഒരു സാധനം കാണിച്ചിട്ടുണ്ടായിരുന്നത്. അക്കൗണ്ടിലോട്ട് കൂടുതൽ എൻഗേജ്മെൻറ്റ് വരും, ഇതിനെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ ആൾക്കാരിലോട്ട് എത്തും. അങ്ങനെ ആ ഒരു സാധനത്തിന് വേണ്ടിയിട്ടായിരുന്നു നിങ്ങളൊരു കാര്യം ഇങ്ങനെ ചെയ്തത്. മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ പിന്നെ എന്താണ് നിങ്ങൾ ശരിക്കും ഇതുപോലെ ഡിവോഴ്സ് ആയ ഡിവോഴ്സ് ആയിട്ട് ശരിക്കും നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? എന്താണ് നിങ്ങൾ എനിക്ക് മനസ്സിലാവണില്ല. വന്താ സുട്ടാ പോണ റിപ്പീറ്റ് എന്ന് പറയുന്നത് പോലെ പിരിഞ്ഞു അവിഹിതം ഡിവോഴ്സ്, പിരിഞ്ഞു അവിഹിതം ഡിവോഴ്സ്, പിരിഞ്ഞു അവിഹിതം ഡിവോഴ്സ് എന്നിട്ട് എല്ലാം കൂടെ കഴിഞ്ഞിട്ട് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ പൊട്ടന്മാരാക്കുന്ന ഇതിൽ ഞങ്ങൾ ഒന്നിച്ച് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ പാവമുണ്ട് ഈ കാണുന്ന ഓഡിയൻസ്. പക്ഷെ അങ്ങനെ ട്രൂ ലവ് എന്ന് പറയുന്നത് അങ്ങനെയാണ്, പിരിയാനും പറ്റില്ല. അവരെത്ര മനോഹരമായിട്ടുള്ള വാക്കുകളാണ് നിങ്ങളുടെ വീഡിയോ കാണുന്ന ആൾക്കാർ കമൻറ്റ് വന്നിട്ടേക്കുന്നത്.
അവരെ അത്രയും പൊട്ടന്മാരാകില്ലേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇത് പറയുമ്പോൾ മുമ്പ് ഇവർ മറ്റേ പിരിഞ്ഞു അങ്ങനെ ഒരു സാധനം വന്ന സമയത്തേക്കിന് പൊന്നൂസ് ഇട്ടേക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നേ. അതിനകത്ത് പറയുന്നൊരു കാര്യമുണ്ട്, എന്തുകൊണ്ടാണ് സുജിൻ്റെ വീഡിയോയ്ക്കകത്ത് ഇങ്ങനെ ഒരു മിന്നായം പോലെ വന്നത്, എന്തിനാണ് തിരിച്ച് ആ വീട്ടിലോട്ട് പോയെന്നുള്ളൊരു സാധനം പറയുന്നുണ്ടായിരുന്നു. അത് ഞാൻ വെറുതെ ഒന്ന് ജസ്റ്റ് ഇങ്ങോട്ട് ഒന്നുകൂടെ ഒന്ന് പ്ലേ ചെയ്യാം. അവിടെ എല്ലാം ഞാൻ ഇവിടെ ആണെന്ന് കാണിക്കാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെ വീഡിയോ ചെയ്തത്. അതുപോലെ തന്നെ കുറേ പേർ പറഞ്ഞു നിന്നെ ഒരുപാട് വീഡിയോസിൽ അവിടുത്തെ കണ്ടു നിന്നെ അവിടുത്തെ വീഡിയോസിൽ കണ്ടു എന്ന്. ഒരുപാട് വീഡിയോസിലൊന്നും എന്നെ കണ്ടിട്ടില്ല, ആകെ രണ്ട് വീഡിയോസിൽ എന്നെ കണ്ടിട്ടുണ്ടായിരിക്കുള്ളൂ. അത് ബൈ ചാൻസ് ഞാൻ പെട്ടുപോയതാണ്. അങ്ങനെ ഇപ്പം എൻ്റെ സാധനങ്ങൾക്കറിയാം, എൻ്റെ സാധനങ്ങൾ അവിടെയാണ് ഉള്ളത്. അവിടെ വീട് ഷിഫ്റ്റിംഗ് ആയിരുന്നു, നിങ്ങൾക്കറിയാം, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, അവിടെ ചാനലിൽ കണ്ടിട്ടുണ്ടായിരിക്കും, വീട് ഷിഫ്റ്റിംഗ് ആയിരുന്നു. അപ്പം എൻ്റെ സാധനങ്ങൾ എടുക്കാൻ ഞാൻ തന്നെ പോകണം, അല്ലെങ്കിൽ അത് അവിടെ കിടന്ന് കത്തിപ്പോവുക, അല്ലെങ്കിൽ അത് ആ വീട്ടിൽ ഇരിക്കുന്നില്ല, അല്ലെങ്കിൽ ആ വീടിൻ്റെ മുറ്റത്തിരിക്കുന്നില്ലാതെ അത് വേറെ ഒന്നും സംഭവിക്കില്ല. അപ്പോൾ അതെടുക്കാൻ ഞാൻ തന്നെ പോകണം. അതുകൊണ്ട് 2 തവണ എനിക്ക് പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ആദ്യ തവണ ഡ്രസ്സ് എടുത്ത് വന്നിട്ട് തന്നെ ഞാൻ ഇവിടെ വന്നൊരു വീഡിയോ ഞാൻ പറയുന്നുണ്ട്, 2 ദിവസം മുന്നാണ് ഞാൻ ഡ്രസ്സൊക്കെ പോയി എടുത്തിട്ട് വന്നതെന്ന്. അത് കഴിഞ്ഞിട്ടും വീട് ഷിഫ്റ്റിംഗ് എടുത്തപ്പോൾ എനിക്ക് വീണ്ടും പോയിട്ട് എൻ്റെ സാധനങ്ങൾ എടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് എനിക്കവിടെ എന്താണ് പ്ലാൻഡ് ആയിരുന്നു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ അവിടെ വിളിച്ച് നിൽക്കാം, മറച്ച് നിൽക്കാം, അങ്ങനെയൊക്കെ എനിക്ക് വേണമെങ്കിൽ ചെയ്യായിരുന്നു. പക്ഷേ ബൈ ചാൻസ് അത് പെട്ടുപോയി. അതിപ്പോൾ അവിടെ വേണമെന്ന് വിചാരിച്ചിട്ടായിരിക്കില്ല, ഞാൻ വേണമെന്ന് വെച്ചിട്ട് അവിടെ വേണമെങ്കിൽ കണ്ടോട്ടായിരുന്നു വിചാരിച്ചിട്ട് സൈഡിലൊന്നും നിന്നതുമല്ല. അത് മക്കളായിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ സാധനങ്ങൾ എടുക്കുമ്പോഴോ എൻ്റെ സാധനങ്ങൾ എടുത്ത് ഇറങ്ങുമ്പോഴോ ഒക്കെയാണ്. അത് ഏതൊരു വീഡിയോയിൽ സൂം ചെയ്തിട്ട് ഞാൻ കണ്ടായിരുന്നു. അത് എൻ്റെ സാധനങ്ങൾ എടുത്ത് ഞാൻ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്താണ് ടാങ്കിൻ്റെ ബാക്കിൽ ഞാൻ പെട്ടിട്ടുള്ളത്. അച്ചടാ പാവടാ, അന്നിട്ടേക്കുന്ന സാധനം 2 വർഷം മുന്നത്തെ ഉള്ള വീഡിയോ ആണിത്. ഇത് നിങ്ങൾ എന്ത് ഉദ്ദേശിക്കുന്നത്, എന്താണ് നിങ്ങൾ, എനിക്ക് മനസ്സിലാവണില്ല. ഇപ്പോൾ സീരിയസ്ലി ഞാൻ പറയാണ്, അങ്ങനെ ഈ നിങ്ങൾ ഒന്നിച്ചെന്ന് പറയുന്നതിൽ വളരെ നല്ല കാര്യം തന്നെ. അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ഷമിക്കാനും പൊറുക്കാനും ഒക്കെ പറ്റുന്ന കാര്യങ്ങൾ അങ്ങനെ ക്ഷമിച്ചും പൊറുത്തുമൊക്കെ മുന്നോട്ട് പോകാൻ പറ്റുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്, മനോഹരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഒറ്റ ലൈഫേ ഉള്ളൂ, അതൊക്കെ അടിപൊളിയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ കാണിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? ഇത് ഡ്രാമയാണ്, അല്ലെങ്കിൽ നിങ്ങൾ സത്യത്തിൽ പറ്റിയത് നിങ്ങളെ തന്നെയാണോ, അതോ ഓഡിയൻസിനാണോ, അതോ നിങ്ങളുടെ മക്കളെയാണോ? ബാക്കിയുള്ള എല്ലാവരും ഓഡിയൻസിനായെല്ലാം വിട്ടേര്. ആ മക്കളെ നിങ്ങൾ എന്താണ് ഈ പറഞ്ഞത്? ഞാനിത് പറയും കേട്ടോ ഗൈസ്. ഇതിപ്പോൾ അവരുടെ ഇത് കാര്യത്തെ പറ്റിയിട്ട് സംസാരിക്കണോ ഇതൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഇവരിത് പബ്ലിക് കൊണ്ട് ഇടുന്നത് കൊണ്ട് മാത്രമാണ് ഈ കാര്യം എടുത്ത് സംസാരിക്കുന്നത്. ഈവൻ ആ കുട്ടിയുടെ ബർത്ത്ഡേയുടെ കാര്യം പോലും പറഞ്ഞുകൊണ്ട് അമ്മേനെ പറ്റിയിട്ട് മോശമായിട്ട് കമൻറ്റ് വന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അങ്ങനെ ഈ പൊന്നൂസിനെ കുറിച്ചിട്ട് ഇതായിട്ട് സംസാരിച്ചിരുന്ന ഒരു വ്യക്തിയാണ് സുജി. അതിനുശേഷം പൊന്നൂസ് പറയുന്നുണ്ടായി ഞാൻ അങ്ങനെ മനഃപൂർവ്വം ചെയ്തതല്ല, ഒന്നും വിചാരിച്ചില്ല എന്നുള്ളൊരു ആ വഴക്കെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തില്ല കേട്ടോ, നിങ്ങൾ അടുത്ത ഡ്രാമ ചെയ്യുന്നത് ഇതൊക്കെ നമുക്ക് കണ്ടന്റാണ്, നമുക്ക് ബ്യൂട്ടി ആയിട്ട് തന്നെ പോയി. ഞാൻ ഇന്ന് ഇച്ചിരി കുറച്ച് തിരക്കുകളിലാണ്, ഒരിത്തിരി റഷിലാണ്, പുറത്തോട്ട് പോകാനുള്ള രീതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഒന്ന് റെഡി ആയിട്ട് ഇറങ്ങണം. അതുകൊണ്ടാണ് പെട്ടെന്ന് പടയെന്ന് ജസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞു പോയത്. ഇല്ലെങ്കിൽ വിശദമായിട്ട് കുറച്ചധികം പറയാനുണ്ടായിരുന്നു. തൽക്കാലം ഇത്രയും മാത്രമേ പറയുള്ളൂ. എന്തായാലും ഇത്രയും കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി, ബൈ.